ഹലോ. അപ്പോൾ ഇന്ന് ഈവനിങ് തുടങ്ങി പിറ്റേ ദിവസം വരെയുള്ള ലഞ്ച് ബോക്സ് പാക്കിംഗ് വരെയുള്ള വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈവനിങ് കുറച്ച് പാത്രങ്ങളും മക്കളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. കുട്ടികൾ കരാട്ടെ കഴിഞ്ഞിട്ട് വരാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നാടൻ പാൽ ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് സേമിയോ കുറച്ച് മിൽക്ക് മെയ്ഡും മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ അവർ കുടിച്ചോളൂ. ഇഷ്ടമാണ് കേട്ടോ. മുന്തിരി നട്ട്സൊന്നും ആഡ് ചെയ്യുന്നത് വലിയ താല്പര്യമില്ല. അപ്പോൾ പായസമാണ്. പായസമല്ല, അതാണ് അവസ്ഥ. കുറച്ച് നഗറ്റ്സും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുഞ്ഞു വൈകിട്ടൊരു മാരിബൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ കയറി കിടന്ന് അങ്ങനെ അവിടെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിച്ചിട്ട് ലേറ്റ് ഇട്ടിട്ട് ഒന്നും എഴുന്നേൽക്കുന്നില്ല. ഇപ്പോൾ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ 2 മണി വരെ ഇങ്ങനെ നടക്കും. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ ആൾ. അപ്പോൾ പിറ്റേന്ന് ലഞ്ച് ബോക്സിലേക്ക് ഞാനൊരു മസാല ബണ്ണ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കുഞ്ഞെണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡിന്നറിന് ഞാൻ അൽഫാമാണ് കേട്ടോ പറഞ്ഞതൊക്കെ. നാട്ടിൽ പോയപ്പോൾ പിന്നെ ഞങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല ഇതുവരെ. അത് ഭയങ്കര കൊതി അൽഫാം കഴിക്കാനായിട്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ മസാലയൊക്കെ തേച്ചൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പെപ്പറും കാശ്മീരി ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിന് ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹംദാൻ എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡിൽ പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. എനിക്കും കുറച്ച് നേരത്തെ ലഞ്ച് കഴിച്ചതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ വന്ന പാടെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ വേഗം കിടത്തേം വേണം, രാവിലെ സ്കൂളുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പാൻ വെച്ചിട്ട് ഓയിലും ബട്ടറും ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക്കും സവാള ഒരു 2 മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്ററിലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ബട്ടറും അതിലേക്ക് മൈദ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഫ്രോസൺ വെജീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമ്മുടെ പശുവും പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട്. ഇത് ഈ കട്ടിംഗ് ബോർഡ് ബൈ നാസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ട റെസിപ്പിയാണ് കേട്ടോ. അതിലേക്ക് ചീസും വെച്ചിട്ടുണ്ട്. പിന്നെ മോർണിംഗ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്ത് ആ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ പണി. അങ്ങനെ മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് സ്നാക്സ് ആയിട്ട് ആപ്പിളും കുക്കുംബറും ക്യാരറ്റും കൂടിയാണ് കേട്ടോ വെക്കുന്നത്. കുക്കുംബറും ക്യാരറ്റും കുറച്ച് സോൾട്ടും വിനീഗറും മിക്സ് ചെയ്തിട്ട് തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ബണ്ണ് രണ്ടും കൂടി ഒരു പാത്രത്തിൽ അങ്ങനെ സെറ്റാവുന്നില്ല. അപ്പോൾ സ്നാക്സിലേക്കും കൂടി ഒരെണ്ണം മാറ്റിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. മക്കൾ റെഡിയായി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ലഞ്ച് ബോക്സ്. ഓക്കെ, ബൈ, താങ്ക് യു.